ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ് ആദ്യം തന്നെ കാണിക്കുന്ന നികേഷ് ഉണർന്നിട്ട് ബാക്കി രണ്ടുപേരും ഉറങ്ങുന്നതാണ്. പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെയാ. ഏട്ടത്തി സുഭാഷ് ഏട്ടൻ എന്തിയെ? എടാ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. മോളെ ഇവന്റെ കാര്യം കേൾക്കണോ? രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുമായിരുന്നു ഇവൻ. നീ ഇടയ്ക്ക് എണീറ്റ് നോക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഈ വീട്ടിൽ ആരും ഇന്നലെ ചൊവ്വേന്നേരം ഉറങ്ങിയിട്ടില്ല. എല്ലാവർക്കും സുഭാഷ് ഏട്ടൻ്റെ കാര്യം ഓർത്താണ് പേടി. സുഭാഷ് ഏട്ടൻ വീണ്ടും എണീറ്റ് പോകുമെന്ന്. ഏട്ടൻ ഇനി എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, പോരെയോ? മോളെ ദോശ ഉണ്ടാക്കട്ടെ? ഇന്നും ദോശ? വേറെന്താ ഉണ്ടാക്കണ്ടേ? മസാല ദോശ ഡൺ. അപ്പോഴത്തേന് ഹരീഷും സുധീഷും കൂടെ വരുന്നു. സുഭാഷ് ഏട്ടൻ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി റെഡി, പുറത്തിറങ്ങി വാങ്ങാൻ നിൽക്കണ്ട. അല്ല നീ ഇതൊക്കെ വാങ്ങാൻ നിന്നെ എന്തിനാ? അല്ല ഇതിൻ്റെ പേര് സുഭാഷ് ഏട്ടൻ പുറത്തിറങ്ങി ഓടിപ്പോവല്ലോ. ഡാ വീണ്ടും അത് തന്നെ പറഞ്ഞ് എനിക്ക് ദേഷ്യം വരും. ചുമ്മാ തിരി സുഭാഷ് ഏട്ടാ, ഒന്ന് പുകഴ്ത്തിയതല്ലയോ? സുഭാഷ് ഏട്ടൻ പോയെന്ന് അറിഞ്ഞപ്പോഴേ ഞങ്ങളെ കൂടാതെ ചിലരും വിഷമിച്ചു. ആരാന്നറിയാമോ? അച്ഛനല്ലേ. എന്നെ കുറേ അടുത്ത് അന്വേഷിച്ചത് ഞാൻ അറിഞ്ഞു. ഇന്നലെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അച്ഛനല്ല പിന്നെ ആര്? സുഭാഷ് ഏട്ടൻ എത്ര ആലോചിച്ചാലും അത് പിടികിട്ടാൻ പോകുന്നില്ല. ഗംഗാധരൻ വെല്ലിച്ചനും ലളിതമ്മായി. അതെ, സുഭാഷ് ഏട്ടൻ പോയെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നു. ശരിക്കും? അതെ, ഗംഗാധരൻ വെല്ലിച്ച അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ വീട് വിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു നോക്കി. അമ്മായിയെ സുഭാഷ് ഏട്ടൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അപ്പോഴേ ഇവിടുത്തെ കാരണവരെ അവരോടൊന്ന് മെക്കിട്ട് കയറാൻ നോക്കി, പക്ഷെ അവരൊന്നും മറുത്തു പറഞ്ഞില്ല. വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴേ എല്ലാം മറന്ന് അവർ കൂടെ നിന്നില്ലയോ? നന്നായി. എല്ലാം മറന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടെ ജീവിക്കണമെന്ന് ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? ബെസ്റ്റ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സുഭാഷ് ഏട്ടൻ ആയതുകൊണ്ട് അവർ വന്നിട്ട് പോയതാണ്. അത് അവരുടെ വായിൽ നിന്ന് വീഴുകയും ചെയ്തു. അതൊന്നും അല്ലടാ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ കൂടെ കാണും. ഇനിയും പ്രശ്നം ഉണ്ടാവണമെന്നാണോ? അതൊന്നുമല്ലടാ, എത്ര വലിയ വഴക്കുണ്ടായാലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വന്തക്കാർ കൂടെ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് ആശ്വസിച്ചതാണ്. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ? ഞാനും ആകെ അങ്ങ് പേടിച്ചു പോയി. ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ലേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എന്നെ കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രശ്നമാവുമെന്ന് അറിഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാതെയായി. ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല എൻ്റെ സുഭാഷ് ഏട്ടാ. ആ വീട്ടുകാരുടെ കൂടെ ഒന്ന് ജോത്സ്യനില്ലേ, കാലങ്ങളായി അവരെ പിഴിഞ്ഞ് ജീവിക്കുകയാണ്. ഒരു 50 കല്യാണമെങ്കിലും ജാതകത്തിൻ്റെ പേര് മുടക്കി കാണും. ഓരോ പേര് പറഞ്ഞ് പൂജകളും ക്രിയകളും ഒക്കെ നടത്തുന്ന അങ്ങാരാണ്. അങ്ങാര് പറയുന്നത് അവർ കേൾക്കത്തേ ഉള്ളൂ. അങ്ങനെയാണോ? ഞാൻ അന്വേഷിച്ചു, അങ്ങനെ തന്നെയാണ്. അങ്ങാര് പറഞ്ഞ സുഭാഷ് ഏട്ടൻ്റെ ജാതകവിധി തെറ്റാണെന്ന് ഞാൻ തെളിയിക്കുക, അല്ല നമ്മൾ തെളിയിക്കുക. അല്ലേടാ ഹരീഷേ? അത് തെളിയിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടന് സമാധാനമാവല്ലോ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? അതൊക്കെ ഉണ്ട്. നിധി ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞേരെ. ഇന്ന് സുഭാഷ് ഏട്ടൻ്റെ സംശയം തീർത്തു കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. സുധീഷ്, ഈ കാര്യത്തിൽ നിങ്ങളുടെ ഉടായ്പ പരിപാടി കാണിക്കല്ലേ. ഇല്ല ഏട്ടത്തി, ഞാൻ കൂടെയുണ്ട്. എന്നെക്കാട്ടിലും വിശ്വാസം ഇവനെയാണല്ലേ? അതെ, നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാ. വാടോ. എന്നാലും എന്തായിരിക്കും ആ പരിപാടി? വരട്ടെ, നോക്കാം. സുഭാഷ് ഏട്ടാ, എനിക്ക് ചായ കിട്ടിയില്ലല്ലോ, നിനക്ക് ഞാൻ തരുന്നുണ്ട്. സുധീഷും ഹരീഷും കൂടെ കുറേ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരുന്നു. കമോൺ വരൂ. അച്ഛൻ ചോദിക്കുന്നത് ആരൊക്കെയാടാ? ഇവരൊക്കെ വലിയ ജ്യോത്സ്യന്മാരാണ്. ഇവിടെ എന്താ അഷ്ടമംഗല്യം നോക്കാൻ പോവാണോ? അതല്ല, ഇവരെ വെച്ചാണ് സുഭാഷ് ഏട്ടൻ്റെ മനസ്സിൽ ഉറച്ചു പോയ കുറേ ധാരണങ്ങളെ പിഴുതു മാറ്റാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അതൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല. നേരിട്ട് വേണമെങ്കിൽ കണ്ടോ. പിന്നെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല. എന്നാ ശരി, ഞാൻ വന്നോളാം. എന്നാ വാ. ഇതാണ് എൻ്റെ ചേട്ടൻ സുഭാഷ്. ഇയാളുടെ ജാതകമാണ് നോക്കേണ്ടത്. സുഭാഷ് ഏട്ട, ഇതൊക്കെ വലിയ ജ്യോത്സ്യന്മാരാണ്. ടി വിയിലൊക്കെ നക്ഷത്രം പറയത്തില്ലേ, പറവൂർ പങ്കജാക്ഷൻ. ഇത് കൈമമംഗലം, ഇത് ജ്യോതിശാല ജ്യോതിമംഗലം, ഇത് ആ സ്വാമിയാണ് ആറ്റിങ്കൽ ഗിരിജാവല്ലവൻ. നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ചല്ല ജാതകം നോക്കേണ്ടത്, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ജാതകം നോക്കേണ്ടത്. ഞാൻ ഓരോരുത്തരെയും വിളിക്കാം. നികേഷ്, എല്ലാവരെയും അപ്പുറത്ത് കൊണ്ട് ജ്യൂസോ എന്തെങ്കിലും കൊടുക്ക്. ഞാൻ വിളിക്കുമ്പോൾ ഓരോരുത്തരെയും വിട്ടാൽ മതി. ചെന്നോളൂ. എടാ, ഇതൊക്കെ എന്തോ നാടാ? അതൊക്കെയുണ്ട്. ഈ ജാതകം ചേട്ടൻ തന്നെ വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുക. പോടാ അവിടുന്ന്. ചെന്ന് പ്രാർത്ഥിക്ക്. എന്തിനാ ഇത്രയും പേരെ കൊണ്ടുവന്നത്? അവരെ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നോക്കിപ്പിക്കുന്നേ? അല്ലെങ്കിൽ ആദ്യത്തെ ആൾ പറയുന്ന കേട്ട് റിപ്പീറ്റ് ചെയ്താലോ? കുരുത്തക്കേട് കാണിക്കുമ്പോൾ എന്താ സ്മാർട്ട് അല്ലേ ഹരീഷേ? പിന്നല്ലാതെ 4 പേരും ഒരേ കാര്യം പറഞ്ഞാലോ? അന്ന് ആ ജ്യോത്സ്യം പറഞ്ഞതുപോലെ 4 പേരും ഇപ്പം പറഞ്ഞാലോ? എന്നാ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിര്. നികേഷേ, പറവൂർ പങ്കജാക്ഷ പണിക്കർ പോന്നോട്ടെ. ഇതിലാരാ പറവൂർ പങ്കജാക്ഷ പണിക്കർ? ഞാനാ. എന്നാ പോന്നേരെ. ജാതകം തന്നോളൂ. നല്ല ജാതകം, ധനയോഗം, കുടുംബയോഗം, എല്ലാ യോഗമുണ്ട്. എന്നാൽ ചന്ദ്രൻ നീചത്തിലായതുകൊണ്ട് ജാതകക്കാരന് ഇച്ചിരി മനോവിഷമങ്ങളുണ്ട്. വീട് വിട്ടു പോകാനുള്ള യോഗം കാണുന്നുണ്ട്. പക്ഷെ ജാതകക്കാരൻ ഇതിനോടനുബന്ധിച്ച് കോടീശ്വരനാവേണ്ടയാണ്. അത് പെട്ടെന്ന് തന്നെ നടക്കും. ആദ്യ ബോളിൽ തന്നെ 6 അടിച്ചില്ലയോ? കല്യാണം എപ്പം നടക്കും ജോത്സ്യരെ? ഇതുവരെ ഇയാൾക്ക് കല്യാണമായില്ലേ? ജാതകപ്രകാരം ഇയാൾക്ക് കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞും ജനിച്ചു കാണുമല്ലോ. എടാ, പറഞ്ഞു വിടറാ. ജോത്സ്യരെ, കല്യാണമൊന്നും ആയിട്ടില്ല. ജാതകവിധി അതല്ലല്ലോ. നിങ്ങൾ അറിയാതെ വല്ല ഭാര്യയും കുട്ടികളും ഉണ്ടോ എന്ന് ചോദിക്ക്. അങ്ങനെയൊന്നും ഇല്ല ജോത്സ്യരെ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? നോക്കിക്കോളൂ ജോത്സ്യരെ. ഇത്രയും നല്ല ജാതകം ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. ജാതകത്തിലെല്ലാം ഉണ്ട്.
ഇത് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിലേ ചില വഴിപാടുകൾ ചെയ്യണം. കുടുംബക്ഷേത്രത്തിൽ ചെന്ന് പൂജ നടത്തണം. എന്തൊക്കെയാ വേണ്ടത് ഞാൻ കുറിച്ചു തരാം. അല്ല, ദോഷങ്ങൾ വല്ലതും ഉണ്ടോന്ന്? ദോഷമോ? ഈ ജാതകപ്രകാരക്കാരന് ഒരു ദോഷവുമില്ല. എടാ, ഇയാൾ കുളമാക്കുമോ? ഈ ജാതകക്കാരന് മാതൃയോഗമില്ല. ജനിച്ചതിന് ശേഷം അമ്മ മരിച്ചിരിക്കുന്നു. അതേ ജ്യോത്സ്യരെ, എൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചതാ. അധികം വയ്യാതെ കല്യാണം നടക്കും. മഹാലക്ഷ്മിയെ പോലെ ഒരു പെൺകുട്ടി വരും. ആ കുട്ടി ഒരു അമ്മ സ്നേഹിക്കുന്ന പോലെ ഈ ജാതകക്കാരനെ സ്നേഹിക്കും. കാരണം 30 വയസ്സ് കഴിഞ്ഞ് അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. തറവാട്ടമ്പലത്തിൽ പോയി ചെയ്തു തീർക്കാൻ പറ്റിയ എത്രയും വഴിപാട് ചെയ്തു തീർക്കുക. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. പിന്നെ അടുത്ത ജ്യോത്സ്യം വരുന്നു. അയാൾ കൈവച്ച് കണക്ക് കൂട്ടുന്നു. എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരു ദോഷമുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ദോഷമാണോ? അതൊന്നുമല്ല, സർപ്പദോഷം. അതിനാദ്യം പരിഹാരം ചെയ്യണം. അതിനിപ്പോൾ എന്ത് ചെയ്യണമായിരിക്കും? അച്ഛൻ പറയുന്നു തറവാട്ടമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യണമായിരിക്കും അല്ലേ? കറക്റ്റ്. വഴിപാടിനുള്ളത് ഞാൻ കുറിച്ചു തരാം. അടുത്ത സ്വാമി നോക്കാൻ വരുന്നു. ലഗ്നം ചിഹ്നമാണ്. ലഗ്നാഭിമാന സൂര്യൻ നിൽക്കുന്നത് 10ാം ഭാവത്തിൽ. സൂര്യൻ 10ൽ നിൽക്കുന്നവരുടെ ചെറുപ്പത്തിലെ ബുദ്ധിയും തൻ്റെ ഇടമുണ്ട്. സൽക്രമിയാണ്. സ്വന്തം അധ്വാനത്തിൻ്റെ കൂടെ പച്ച പിടിക്കേണ്ടതാണ്. ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നത് 7ലും 8ലുമാണ്. ഇപ്പോഴാണ് ഈ ശനിയുടെ അപഹാരമാണ്. പരിഹാരം എന്തെങ്കിലും അടുത്ത മാസം മുതൽ ശനിയുടെ അപഹാരം മാറിയിട്ട് ബുധനാവും. എന്നാൽ ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം നടത്തണം. എള്ളുതിരി കത്തിക്കണം. അച്ഛൻ ചോദിക്കുന്നു തറവാട്ടമ്പലത്തിലായാലോ? തറവാട്ടമ്പലത്തിലായ കേമം. അല്ല ജ്യോത്സ്യരെ, വിവാഹം ഉടനെ കാണും. പെണ്ണ് വടക്ക് നിന്ന് ദിക്കിലെന്നായിരിക്കും. എല്ലാവരും ജ്യോത്സ്യരെല്ലാം പോകാൻ നിൽക്കുന്നു. എല്ലാവർക്കും ഉള്ളത് ഒരുമിച്ചുണ്ടേ. നന്നായി വരട്ടെ. ഓ ശരി. അച്ഛൻ പറയുന്നത്, എടാ ഒന്ന് നിന്ന്, നിങ്ങൾ പറയുന്ന കേട്ട് വന്ന് നാടകം കളിച്ചല്ലേ അവന്മാര്? അയ്യോ അല്ല, അവരവരുടെ ഇഷ്ടപ്രകാരം പറഞ്ഞാ. അത് നിന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. ഈ ജാതകത്തിലൊന്നും ഒരു കാര്യവുമില്ല. പുറത്തിറങ്ങി നടക്കുന്ന മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നും മോളിൽ കിടന്ന് കറങ്ങുന്ന ഗ്രഹങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലടാ. ചെല്ല്. ഇപ്പം എന്തായി? ഇപ്പം സന്തോഷമായില്ലയോ? ഒരു കാര്യമുണ്ട്. പറഞ്ഞെല്ലാവരും ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞത് കേട്ടില്ലേ? തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യമല്ലയോ? അതെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? തറവാട്ടമ്പലത്തിൽ പോയി വഴിപാട് നടത്തണമെങ്കിൽ നടത്താം. പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെയാണ്. സുഭാഷ് ചേട്ടൻ ഫോൺ ചെയ്യുന്നു. ബിനാക്ഷി, ഞാൻ ഇന്ന് എത്താൻ വൈകും. ഇന്ന് തട്ടടിക്കാനുള്ള ആൾ വരും. നീ സൈറ്റിൽ തന്നെ കാണണം. എങ്ങും പോവല്ല, എല്ലാം നോക്കിക്കോണം. ഞാൻ വെക്കുവാ. മോളെ, ഇന്ന് ജോലിക്ക് പോകണ്ടായേ? ഇന്ന് പോവണ്ട, സെക്കൻഡ് സാറ്റർഡേ അല്ലയോ? ഞാനിപ്പോൾ വരാവേ. സുഭാഷ് ചേട്ടൻ ആകെ മാറിയല്ലേ? മുഖത്തിപ്പം നല്ല തെളിച്ചമുണ്ട്. ഇപ്പം നല്ല തെളിച്ചമുണ്ടല്ലോ. പക്ഷെ എൻ്റെ ജാതകം നല്ലതാന്ന് പറഞ്ഞതുകൊണ്ടല്ല. നിങ്ങൾക്ക് ഞാൻ കാരണം ഒരു തട്ടുകേടും ഉണ്ടാവില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ്. തറവാട്ടമ്പലത്തിലേക്ക് എന്നാ പോന്നേ? അതിനു മുമ്പേ അമ്പലം ഏതാന്ന് കണ്ടുപിടിക്കണ്ടായോ? അറിയത്തില്ലയോ? ഇല്ല. സുഭാഷ് ചേട്ടനും അറിയത്തില്ലയോ? അങ്ങനെ ചോദിച്ചാൽ ഇതുവരെ പോവാത്തോണ്ട്. നിങ്ങൾ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയല്ലയോ? അതൊക്കെ അതെ. എന്നിട്ടും അറിയത്തില്ലയോ? അറിയത്തില്ല. അച്ഛാ, നമ്മുടെ തറവാട്ടമ്പലം ഏതാണ്? അറിഞ്ഞൂടാ. സത്യമായിട്ട് അറിയത്തില്ലയോ? അറിയാമെങ്കിൽ ഞാൻ പറയത്തില്ലയോ? ശരിക്കും നിങ്ങളുടെ നാട് എവിടെയാണ്? ഇവിടെ. അതല്ല പറഞ്ഞ്, നിങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരും ജനിച്ച സ്ഥലമാണ് തറവാട്ടമ്പലം. ശരിക്കുമുള്ള പൂർവികരെ തേടി പോവുകയാണെങ്കിൽ നമ്മുടെ പൂർവികരുടെ തുടക്കം സൗത്ത് ആഫ്രിക്കയിലാണെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ അപ്പനുണ്ടോയെന്ന് അറിയത്തില്ല. ഇഷ്ടംപോലെ കുരങ്ങനുണ്ട് ഇവനെ പോലെ. നിങ്ങളുടെ അച്ഛൻ നിരീശ്വരവാദിയാണോ? അങ്ങാരോട് ചോദിച്ചിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. തറവാട്ടമ്പലം അല്ലേ? അത് നമുക്ക് കണ്ടുപിടിക്കാം. പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യാം. സുഭാഷ് ചേട്ടൻ എങ്ങോട്ടാ പോകുന്നത്? കടയിലേക്ക്. സുഭാഷ് ചേട്ടൻ പോയ കാര്യം നാട്ടുകാർക്കെല്ലാം അറിയാം. ഓരോന്ന് ചോദിക്കാൻ നിൽക്കും. കുറച്ച് ദിവസത്തേക്ക് പുറത്തോട്ട് ഇറങ്ങണ്ട. ചോദിക്കുന്നവരെപ്പം കണ്ടാലും ചോദിക്കുക എന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഞാൻ ആരുടെ സ്വത്തും പണവും മോട്ടിച്ചിട്ടും അല്ല പോയത്. വേറെ ഒരു വൃത്തികേടും കാണിച്ചിട്ടും അല്ല പോയത്. എനിക്ക് മാറി നിൽക്കണമെന്ന് തോന്നി ഞാൻ മാറി നിന്ന്. തിരിച്ചു വരണമെന്ന് തോന്നി തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. വാടാ നികേഷ്, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ഷെയ്ക്ക് കുടിച്ചിട്ട് വരാം. പിന്നെ ഉണ്ടംപൊരി മേടിച്ചു തരും. ഏതായാലും സുധീഷിൻ്റെ ജ്യോത്സ്യം ഫലം ഫലിച്ചു. സുഭാഷേട്ടൻ്റെ മനസ്സിനിപ്പോൾ നല്ല ധൈര്യമുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.